ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 7ാമത്തെ രാശിയായ തുലാം രാശി, കർമ്മദേവത ശനിദേവ് റെട്രോഗ്രേഡ് അല്ലെങ്കിൽ വക്രിയവസ്ഥയിൽ വന്നിരിക്കുകയാണ് നിങ്ങളുടെ 6ാം ഭാവത്തിൽ. ജൂലൈ 13 മുതൽ നവംബർ 27 വരെയായിരിക്കും ഈ ശനിയുടെ ഗോചരം. ശനിയുടെ ദൃഷ്ടി, അതായത് ആസ്പെക്ട്സ് വരുന്നത് 8ാം ഭാവത്തിൽ, 12ാം ഭാവത്തിൽ, 3ാം ഭാവത്തിലുമാണ്. വക്രി അവസ്ഥ എന്താണെന്നല്ലേ? ഈ സൗരയുധത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു 360 ഡിഗ്രിയിൽ. സൂര്യനും ചന്ദ്രനും ഒരിക്കലും വക്രി അവസ്ഥയിൽ വരികയില്ല. രാഹുവും കേതുവും എപ്പോഴും വക്രി അവസ്ഥയിലായിരിക്കും ഗോചരം. ബാക്കി എല്ലാ ഗ്രഹങ്ങളും മാർഗിയിലും വരും, വക്രിയിലും വരും. മാർഗീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമാന്യ സ്ഥിതിയിലുള്ള ഗോചരം. വക്രി അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പരിക്രമണം ചെയ്യുന്നതിന് ഇടയിൽ ചില ഗ്രഹങ്ങൾ സ്ലോ ആയി പോകുന്നു. അതാണ് വക്രി അവസ്ഥ. ജൂലൈ 13 മുതൽ നവംബർ 27 വരെ ശനിദേവാണ് വക്രി അവസ്ഥയിൽ. വക്രി അവസ്ഥയിൽ ശനിദേവ് വന്നതുകൊണ്ട് തുലാം രാശിക്കാർക്ക് ലാഭമോ നഷ്ടമോ? വീഡിയോ കാണുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കുന്നതായിരിക്കും. 6ാം ഭാവത്തിൽ വന്നിരിക്കുന്ന ശനി നിങ്ങളുടെ 5ാം ഹൗസിലും 5ാം ഹൗസിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 6ാം ഹൗസ് എന്തിൻ്റെയൊക്കെയാണ്? കടത്തിൻ്റെ, രോഗത്തിൻ്റെ, ശത്രുവിൻ്റെ, കോർട്ട് കച്ചേരിയുടെ ഒക്കെയാണ് 6ാം ഹൗസ്. 5ാമത്തെ ഹൗസോ നിങ്ങളുടെ സന്താനത്തിൻ്റെ, ബുദ്ധിയുടെ, എഡ്യൂക്കേഷൻ്റെ ഒക്കെയാണ് 5ാമത്തെ ഹൗസും. അപ്പോൾ ശനിദേവ് നിങ്ങൾക്ക് ഈ 2 ഭാവത്തിലും നിന്ന് എന്തെല്ലാം ഫലങ്ങളായിരിക്കും തരിക? പെൻഡിങ് കർമ്മത്തെ, അതായത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്ത കർമ്മത്തെ അത് കംപ്ലീറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കോമ്പറ്റീഷനും അതുപോലെ തന്നെ എൻട്രൻസ് ഒക്കെ എഴുതാനുള്ള കാലം, അതിനൊക്കെ ഒരു വിജയം കിട്ടുന്നതിനുള്ള കാലം. മെഡിറ്റേഷനും യോഗയും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും, എന്തെങ്കിലും കാര്യം പകുതിയിൽ വെച്ച് നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സമയം. സ്പോർട്സ് ആക്ടിവിറ്റിയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ സമയം. അതുപോലെ തന്നെ ലീഗൽ കേസുകൾ, ഏതെങ്കിലും വിധത്തിൽ കോർട്ടിൽ എന്തെങ്കിലും കേസ് നിങ്ങൾക്ക് തീരുമാനം എടുക്കാതെ ഉണ്ടാവാതെ കുറേ കാലമായി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആണെങ്കിൽ ഈ സമയം അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നതിനും ഉള്ള ഒരു സമയമാണ് ഈ സമയം. പഴയ ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എങ്കിലൊന്ന് ശ്രദ്ധിക്കുക. പഴയ ശത്രുക്കൾ വീണ്ടും ശക്തമായി വരുന്നതിനുള്ള, നിങ്ങളുടെ നേരെ വരുന്നതിനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ജാഗ്രത പാലിക്കുക. കുറച്ചു കാലമായി നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ലോൺ എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണോ എങ്കിൽ ഈ സമയം ആ ലോൺ ആകാനുള്ള സമയം. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള സമയം. അതുപോലെ തന്നെ വിദേശ യാത്ര, ദീർഘദൂരെയുള്ള യാത്ര, തീർത്ഥാടനം, വിമാനയാത്ര തീർച്ചയായും വരാനുള്ള സാധ്യതയാണ് ഈ സമയം. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ടോ? ഇതുവരെ അവർ തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ ഈ സമയം അത് തിരിച്ചു കിട്ടുന്നതിനുള്ള സമയം. ഈ സമയം ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉദര സംബന്ധിച്ച അസുഖങ്ങൾ വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. കൊഴുപ്പുള്ള ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ യോഗ, എക്സസൈസ്, മെഡിറ്റേഷൻ എന്നിവ റെഗുലറായിട്ട് ചെയ്യുക. ഈ സമയം ഇരുമ്പ് ഉപകരണങ്ങൾ വീട്ടിൽ വാങ്ങിക്കുകയോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വീട്ടിൽ വാങ്ങിക്കുകയോ പിന്നെ മെഡിക്കൽ ബിൽസൊക്കെ കൊടുക്കുന്നതിനുള്ള സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, വീട്ടിലെ ഉപകരണങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നതിലൂടെ പൈസ
ചെലവാക്കുന്നതിനുള്ള സമയം. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചിലവുകൾ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശനിയുടെ ദൃഷ്ടി 3-ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് ഓൺലൈൻ ആക്ടിവിറ്റീസ് കൂടുന്നതിനുള്ള സാധ്യത. ഗെയിമിലൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനുള്ള സാധ്യതയാണ് ഈ സമയം കാണുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഈ സമയം ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ആധ്യാത്മികത പഠിക്കുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക. നിങ്ങളിൽ കൂടുതൽ അറിവുകൾ വന്നു ചേരുകയും നിങ്ങളിൽ ഒരു മെച്യൂരിറ്റി വരുന്നതിനുമുള്ള സാധ്യത. പക്ഷേ ഈ സമയം നിങ്ങൾ ചിലവുകൾ തീർച്ചയായും നിയന്ത്രിക്കുക. ഈ സമയം നിങ്ങളുടെ കരിയർ, ജോലി ഒക്കെ നോർമലായിട്ട് എല്ലാം നടക്കുന്നതായിരിക്കും. കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നും വരുന്നില്ല. ഭഗവത് ചിന്ത എപ്പോഴും വേണം. അതുപോലെ തന്നെ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെ? നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രന്റെ ബീജമന്ത്രം 108 പ്രാവശ്യം, ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യണം. ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക. ശനിയുടെ ബീജമന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. വാസ്തുശാസ്ത്രത്തിൻ്റെ 5 തത്വങ്ങൾ ഏതൊക്കെ? വാട്ടർ, എയർ, ഫയർ, എർത്ത്, സ്പേസ്. ഈ 5 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് വാസ്തുശാസ്ത്രം ഉള്ളത്. അപ്പോൾ ഇതിന് ഓരോ എലിമെൻസിനും കളറുമുണ്ട്. വാട്ടർ ബ്ലൂ കളർ, എയർ ഗ്രീൻ, ഫയർ റെഡ്, എർത്ത് യെല്ലോ, സ്പേസ് വൈറ്റ്. ഈ കളറ് ആണ് നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.